JC ബോസ് സയൻസ് ഫോറത്തിന്റെ മറ്റൊരു ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. JC ബോസ് സയൻസ് ഫോറം സമൂഹത്തിൽ ശാസ്ത്രബോധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്ര സംഘടനയാണ്. കോവിഡ് കാലത്ത് നിരവധിയായിട്ടുള്ള ഓൺലൈൻ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും പിന്നീട് അതിനുശേഷം ഓഫ്ലൈൻ ആയിട്ടുള്ള നിരവധി ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇപ്പം നമ്മൾ ഇതുപോലെ നിരവധിയായിട്ടുള്ള സെഷനുകൾ മാസങ്ങളിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇത്തവണ നമ്മള് ക്വാണ്ടം മെക്കാനിക്സ് എന്ന ടോപ്പിക്കിലാണ് സെഷൻ. എ സ്മോൾ വേൾഡ് എ ബ്രീഫ് ജേർണി ഇൻ ടു ക്വാണ്ടം മെക്കാനിക്സ്, ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. ഈ ടോപ്പിക്കിൽ സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് സാറിന്റെ പേര് സിദ്ധാർത്ഥ് JS എന്നാണ്. സാറ് ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പം എല്ലാവരെയും ഞാൻ ഈ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എസ്പെഷ്യലി സിദ്ധാർത്ഥ് സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന JC ബോസ് സയൻസ് ഫോറത്തിന് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഈ ബേസിക്കലി ടോക്ക് എന്ന് പറയുന്നത് അത്രക്കും റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് അത്ര ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, ഒരു ബിഗിനർ, ഒരു ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചു തുടങ്ങുന്ന ഒരു എന്താ പറയുക BSc ലെവൽ പിള്ളേർക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ലെവൽ, +2 കഴിഞ്ഞിട്ട് BSc പഠിക്കുന്ന ആ ഒരു ലെവൽ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു ടോക്ക് ഉദ്ദേശിക്കുന്നത്. അത്ര റിസർച്ച് ലെവലിൽ അത്ര ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ അത്ര ഇൻറ്റൻസ് ആയിട്ട് ഈ ടോക്ക് പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ടോക്ക് തുടങ്ങാം. അപ്പോൾ അതിൽ തന്നെ ടോക്കിന്റെ ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ ക്വാണ്ടം റെവല്യൂഷൻ, എ ജേർണി ബിയോണ്ട് ക്ലാസിക്കൽ ഫിസിക്സ്. ഇതാണ് നമ്മുടെ ടോക്കിന്റെ ടൈറ്റിൽ. അപ്പോൾ ടോക്ക് ഞങ്ങൾക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ കാണുന്നത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ലോകം, നമ്മുടെ ചുറ്റിനുള്ള ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ടൂളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഫിസിക്സ് ഇസ് എ ടൂൾ ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് അറൗണ്ട് അസ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉപയോഗിച്ചിട്ടേ നമുക്ക് നമ്മുടെ ചുറ്റിനുള്ള ലോകം, നമ്മുടെ ചുറ്റിനുള്ള പ്രപഞ്ചം അതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. പയ്യെ ടോക്കിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഇതൊരു ലെങ്ത് സ്കെയിലാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പ്രസന്റേഷനിൽ. അപ്പോൾ ഈ ലെങ്ത് സ്കെയിലിൽ മനുഷ്യൻ വരുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. 1 മീറ്റർ 2 മീറ്റർ, നിങ്ങൾക്കറിയാം, 1 മീറ്ററിന്റെ 2 മീറ്ററിന്റെ ഇടയിലൊക്കെ ആയിരിക്കും മനുഷ്യന്റെ ഒരു ലെങ്ത് വരുന്നത്, സൈസ് വരുന്നത്. അതിൻ്റെ ഇടയിൽ ചുറ്റുപറ്റുമായിട്ട് വേറെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേർഡ്സ്, ട്രീസ്, ഓഷൻ, ഗ്രാസസ്, ഫംഗസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു റേഞ്ചിലാണ് കാണപ്പെടുന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്താ പറയാ, വസ്തുക്കളുടെ സൈസ് ഇങ്ങനെ കുറഞ്ഞ് 10⁻⁻35 വരെയാണ് നമുക്ക് പോകാൻ പറ്റുന്ന മിനിമം ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത്. അത് പ്ലാങ്ക് ലെങ്ത് എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് പോകണമെങ്കിൽ എന്താ പറയുക, ലെങ്ത് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ എൻറ്റയർ യൂണിവേഴ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10⁻26 മീറ്റേഴ്സ് ആണ്. ഇതാണ് ഒരു ലെങ്ത് സ്കെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ബേസിക്കലി ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മൈക്രോസ്കോപ്പിക് സ്കെയിൽ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് വേൾഡ്, അത് ഈ ഒരു റേഞ്ചിൽ വരുന്ന എന്താ പറയാ ഇതിനെ കാണിക്കുന്നു, മൈക്രോസ്കോപ്പിക് സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഹ്യൂമൻ സ്കെയിൽ, എന്താ പറയുക, ഹ്യൂമൻസ് ഡെയിലി അവരുടെ ഡേ ടു ഡേ ലൈഫ് കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള വസ്തുക്കളുടെ സ്കെയിലിനെ ഹ്യൂമൻ സ്കെയിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. പിന്നെ വരുന്നതാണ് കോസ്മോളജിക്കൽ സ്കെയിൽ. അതെന്ന് പറയുന്നത് മൊത്തത്തിലുള്ള പ്രപഞ്ചത്തിന്റെ ആ ഒരു സ്കെയിലിനെ കോസ്മോളജിക്കൽ സ്കെയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇനി ഇത് ഫിസിക്സ് തുടങ്ങുമ്പോൾ പൊതുവെ ഇപ്പൊ ഏത് ക്ലാസ്സിലാണെങ്കിലും എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ഫിസിക്സിന്റെ ഒരു ഫാദർ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സർ ഐസക് ന്യൂട്ടൺ. അപ്പൊ ന്യൂട്ടൺ ആണ് ആദ്യം തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി. ഇത് ടോക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് ഇത് വളരെ ഫെമിലിയർ ആയിരിക്കും. ഇത് വളരെ സ്കൂൾ ലെവൽ മുതലേ പഠിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി, ന്യൂട്ടൺസ് ലോ ഓഫ് അട്രാക്ഷൻ. 2 മാസ്സുള്ള വസ്തു മാസ് m1 ആൻഡ് മാസ് m2, ഇത് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്.
അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. F is equal to G m1 m2 divided by r square, where r is the distance between these two objects. G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. പിന്നെ അതിനുശേഷം m1 എന്ന് പറയുന്ന മാസ്, ഒരു വസ്തുവിന്റെ മാസ്, m2 എന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തുവിന്റെ മാസ്. ഇത് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ഇക്വേഷനാണ് ന്യൂട്ടൺ നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഈ ഒരു തിയറത്തിന് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റിക്ക് പോരായ്മകളുണ്ട്. അതെന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേജിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് കണ്ടെത്തിയ ചില ഒബ്സർവേഷൻ, എസ്പെഷ്യലി മെർക്കുറിയുടെ പെരിഹീലിയോ ഷിഫ്റ്റ് എന്ന് പറയും, ആ പെരിഹീലിയോ ഷിഫ്റ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ അവിടെ പുതിയൊരു തിയറിയുടെ ആവശ്യം വന്നു. അങ്ങനെയാണ് സയൻസ് മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഒരു അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ളൊരു ഫിനോമിന കണ്ടെത്തുകയും ആ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പുതിയൊരു മോഡല്, പുതിയൊരു തിയറി കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ അത് കൊണ്ടുവന്ന വേറെ ആരുമല്ല, അടുത്ത ഗ്രേറ്റ് സയന്റിസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വളരെ പോപ്പുലർ ആയിട്ടുള്ള സയന്റിസ്റ്റായ ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വഴിയാണ് ഒരു എന്താ പറയുക ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ്, ഇപ്പോഴത്തെ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ലോ ഫോർവേഡ് ചെയ്തത് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വഴിയാണ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ന്യൂട്ടൺസ് ലോനെ പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയല്ല ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് മുഴുവനും ടെൻസേഴ്സ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഞാൻ ഇക്വേഷൻ കാണിച്ചെന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ഐഡിയ ആണെങ്കിൽ ജസ്റ്റ് ഞാൻ പറയാം. ബേസിക്കലി ന്യൂട്ടൺസ് ലോ ഓഫ് ന്യൂട്ടൺസ് അല്ല, ഐൻസ്റ്റീൻ്റെ ഗ്രാവിറ്റേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ബേസിക്കലി ഒരു സ്പേസ് ടൈം എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ച്ഡ് റബ്ബർ ഷീറ്റ് പോലെയാണ്. ഇപ്പോൾ ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന സ്ട്രെച്ച്ഡ് റബ്ബർ ഷീറ്റ് പോലെയാണ് സ്പേസ് ടൈം എന്ന് പറയുന്നത്. ആ സ്പേസ് ടൈമിൽ ആ റബ്ബർ ഷീറ്റിൽ ഒരു വലിയൊരു ബോൾ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ആ ബോളിന്റെ ചുറ്റിനുമുള്ള ആ ഒരു ഏരിയ എന്ത് സംഭവിക്കും? അത് താഴത്തോട്ട് ഇങ്ങനെ താഴ്ന്നു വരും. അപ്പൊ അത് അങ്ങനെയാണ് ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക്കലി ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ബേസിക്കലി ജസ്റ്റ് ഒരു അനാലജിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഐഡിയ എന്താണെന്ന് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു അനാലജിയാണ്. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ശരിക്കുള്ള ഇക്വേഷൻസ് ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ടെൻസർ ലെവലിലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഈ ടോക്കിലോട്ട് ആ ഒരു വിഷയത്തിലോട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ പറയാ കോസ്മിക് സ്കെയിലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിനുശേഷം താഴത്തോട്ട് തന്നെയാണെങ്കിൽ അങ്ങനത്തെ ഒരു ലോകം, ഒരു മൈക്രോസ്കോപ്പിക് ലോകത്തെ കുറിച്ച് അറിയണമെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് അറിയണം. അപ്പൊ ഞാൻ പറഞ്ഞു മാക്രോസ്കോപ്പിക് സ്കെയിൽ, അതാണ് നമ്മുടെ കോസ്മോളജിക്കൽ സ്കെയിൽ. അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അറിയണം. ഇനി താഴത്തോട്ട് തന്നെയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചെറിയ ചെറിയ സ്കെയിലിൽ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് അറിഞ്ഞിരിക്കണം. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് എങ്ങനെ പഠിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റിന്റെ നേച്ചറിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ബേസിക്കലി ലൈറ്റിന്റെ നേച്ചർ എങ്ങനെയാ തുടങ്ങണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ന്യൂട്ടൺ തന്നെയാണ് ഇവിടെയും ഒരു തിയറി കൊണ്ടുവന്നത് ലൈറ്റിന്റെ. അതിനെ കോർപ്പസ്കുലർ തിയറി എന്ന് പറയും. ബേസിക്കലി ന്യൂട്ടൺ പുട്ട് ഫോർവേഡ് ചെയ്തത് ലൈറ്റ് എന്ന് പറയുന്നത് കോർപ്പസൽ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ കൊണ്ടാണ് ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ബേസിക്കലി ന്യൂട്ടൺ പറഞ്ഞത് ലൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് കോർപ്പസൽ ലൈക്ക് പാർട്ടിക്കിൾ. ലൈറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ആണ്, ഒരു മാറ്റർ ആണ് എന്നാണ് ന്യൂട്ടൺ പുട്ട് ഫോർവേഡ് ചെയ്ത ഐഡിയ. പക്ഷെ പിന്നീട് അതിനുശേഷം ആ ഒരു ലോ, ആ ഒരു എന്താ പറയാ, ആ ഒരു ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ഫിനോമിനാസ് കണ്ടെത്തുകയും ചെയ്തു. ഫോർ എക്സാമ്പിൾ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഈ ഒരു ലോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്റർഫിറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ, ഈ രണ്ട് ഫിനോമിനാസ്, ലൈറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന രണ്ട് ഫിനോമിനാസ് ആണ് ഇന്റർഫിറൻസും ഡിഫ്രാക്ഷനും. ഇന്റർഫിറൻസ് റിഫ്രാക്ഷൻ ഒരിക്കലും ഒരു മാറ്ററോ ഒരു പാർട്ടിക്കിളോ എക്സിബിറ്റ് ചെയ്യത്തില്ല. അതിന് വേവിന് മാത്രമേ ഇന്റർഫിറൻസും ഡിഫ്രാക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ഇന്റർഫിറൻസ്, എന്താണ് ഡിഫ്രാക്ഷൻ എന്നുള്ളത് ഇനി വരുന്ന സ്ലൈഡിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പൊ ഇന്റർഫിറൻസും ഡിഫ്രാക്ഷനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ പോരാ, പകരം വേവ് നേച്ചർ തന്നെ വേണം. അത് പുട്ട് ഫോർവേഡ് ചെയ്ത ക്രിസ്റ്റ്യൻ ഹോയ്ഗൻസ് എന്ന് പറയുന്ന ഒരു ഡച്ച് സയന്റിസ്റ്റ് ആണ്
അത് പുട്ട് ഫോർവേഡ് ചെയ്തത്. ലൈറ്റ് ഈസ് നോട്ട് എ പാർട്ടിക്കിൾ ബട്ട് ഇറ്റ് ഈസ് എ വേവ് എന്നുള്ള രീതിയിൽ വന്നത്. അപ്പൊ ഫോർ ലോങ് ടൈം ലൈറ്റ് അപ്പോൾ ഒരു വേവ് എന്ന രീതിയിലാണ് എല്ലാവരും ട്രീറ്റ് ചെയ്തത്. ഓക്കെ. പക്ഷെ പിന്നീട് അതിനുശേഷം ഒരു വലിയൊരു റെവല്യൂഷൻ തന്നെ സംഭവിക്കുകയുണ്ടായി. ഒരു പുതിയൊരു എഫക്റ്റ് കണ്ടെത്തുകയുണ്ടായി. അതിന്റെ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ബേസിക്കലി വേറൊന്നുമല്ല, ഇതിപ്പോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇത് ലൈറ്റ്, ഇതാണ് ഈ നമ്മൾ ഈ പറയുന്ന ലൈറ്റ് റേ. ലൈറ്റ് റേ വന്നിട്ട് ഒരു മെറ്റൽ സർഫസിൽ ഹിറ്റ് ചെയ്യണമെങ്കിൽ അത് ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യും. ഈ ലൈറ്റ് വന്നിട്ട് മെറ്റലിൽ ഹിറ്റ് ചെയ്ത് അതിനുള്ളിലുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്ത് കളയും? ഇജക്റ്റ് ചെയ്ത് കളയും. ഈ ഒരു എഫക്റ്റിനെയാണ് ഇതെന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എഫക്റ്റ് ഒരിക്കലും ഒരു വേവ് നേച്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മനസ്സിലായി, ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വേവ് മാത്രമല്ല, ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറും കൂടിയുണ്ട്. ബേസിക്കലി ലൈറ്റ് എന്ന് പറയുന്നത് വേവ് നേച്ചറും എക്സിബിറ്റ് ചെയ്യും, അതേപോലെ തന്നെ പാർട്ടിക്കിൾ നേച്ചറും എക്സിബിറ്റ് ചെയ്യും. രണ്ടും എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക തരം വസ്തുവാണ് നമ്മുടെ ഈ പറയുന്ന ലൈറ്റ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഡുവൽ നേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് വളരെ ഫെമിലിയർ ആയിരിക്കും. പ്ലസ് 1 പ്ലസ് 2 ലെവലിലൊക്കെ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റിന് 2 തരം നേച്ചർ ഉണ്ടെന്ന് മനസ്സിലായി. പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, ലൈറ്റിന് വേവ് നേച്ചറും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു വേവ് ആയിട്ടുള്ള ലൈറ്റ് ഒരു എപ്പോഴും കാലാകാലങ്ങളായിട്ട് വേവ് എന്ന് വിശ്വസിച്ച നമ്മുടെ ലൈറ്റ് പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പാർട്ടിക്കിൾ നേച്ചർ അല്ലെങ്കിൽ മാറ്റർ നേച്ചർ കാണിക്കുന്ന വേറെ വസ്തുക്കൾ വേവ് നേച്ചർ കാണിച്ചുകൂടാ എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ചോദ്യം ചോദിച്ചത് ലൂയിസ് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ബേസിക്കലി അത് വെറുതെ ഒരു ഇതായിരുന്നു, എന്താ പറയുക, ഒരു സിമിട്രിയുടെ ഒരു ബലത്തിലാണ് അത് പറഞ്ഞത്. കാരണം ഇപ്പൊ യൂണിവേഴ്സ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ സിമിട്രി ഉണ്ട് ഒരു യൂണിവേഴ്സിന്. അപ്പൊ ഒരു പാർട്ടിക്കിൾ വേവ് നേച്ചർ കാണിക്കുന്നതാണെങ്കിൽ എന്തുകൊണ്ടൊരു ഒരു വേവ് പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നതാണെങ്കിൽ എന്തുകൊണ്ടൊരു പാർട്ടിക്കിൾ ഒരു വേവ് നേച്ചർ കാണിച്ചുകൂടാ എന്നുള്ളൊരു ഹൈപ്പോത്തിസിസ് ആയിരുന്നു ലൂയിസ് ഡി ബ്രോഗ്ലിയുടെ. അപ്പൊ അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്ത ഹൈപ്പോത്തിസിസ് വെച്ചിട്ടാണ് മാറ്റർ വേവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് വരുന്നത്. എന്ന് പറയുന്നത് വേവ് നേച്ചർ, വേവ് ആയിട്ടുള്ള ലൈറ്റ് പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾ ആയിട്ടുള്ള ഈ പറയുന്ന എലമെന്ററി പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് ഇതിനെന്തുകൊണ്ട് വേവ് നേച്ചർ കാണിച്ചുകൂടാ? അഫ്കോഴ്സ് ലൂയിസ് ഡി ബ്രോഗ്ലിയുടെ മാറ്റർ വേവ് തിയറി പ്രകാരം അതിനും എന്ത് നേച്ചർ ഉണ്ട്? വേവ് നേച്ചർ ഉണ്ട്. ഒരു പാർട്ടിക്കിൾ വേവ് നേച്ചർ എക്സിബിറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു കാണിക്കുന്ന ഇക്വേഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. ഒരു വേവ് ലെങ്ത്തിനെയാണ് ലാംഡ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് ഡിവൈഡഡ് ബൈ പി. പി ഇസ് ദ മൊമെന്റം. ബേസിക്കലി പറയുന്ന മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. ഈ മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിളും ആ പാർട്ടിക്കിളിന്റെ വേവ് ലെങ്ത്തും തമ്മിൽ ഉള്ള റിലേഷൻ ആണ് ഈ ഇക്വേഷൻ കാണിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൊമെന്റം എന്ന് പറയുന്നത് മാസ് ടൈംസ് വെലോസിറ്റി ആണ്. അപ്പൊ മാസ് കൂടുമ്പോൾ യൂഷ്വലി എന്ത് സംഭവിക്കും? വേവ് ലെങ്ത് കുറയും. മാസ് കുറയുമ്പോൾ വേവ് ലെങ്ത് കൂടുകയും ചെയ്യും. അത് ആ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷനിലൂടെ ആ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാവുന്നത്. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഞാൻ കാണിച്ചിട്ടില്ല, പക്ഷേ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്ന പ്ലാങ്ക്സിന്റെ ഇക്വേഷനും അതേപോലെ തന്നെ ഐൻസ്റ്റീൻ്റെ ഈക്വൽ ടു mc² എന്ന് പറയുന്ന ഇക്വേഷനും ഉപയോഗിച്ചിട്ടാണ് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ബേസിക്കലി ദിസ് സേസ് ദാറ്റ് മാറ്റർ എക്സിബിറ്റ്സ് വേവ് നേച്ചർ. അതാണ്, മാറ്ററും എന്ത് എക്സിബിറ്റ് ചെയ്യും? ഡുവൽ നേച്ചർ എക്സിബിറ്റ് ചെയ്യും. ബേസിക്കലി അത് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഒരിക്കലും കാണത്തില്ല എന്നുള്ളൂ. പക്ഷെ മാറ്ററും എന്ത് നേച്ചർ എക്സിബിറ്റ് ചെയ്യും? വേവ് നേച്ചർ എക്സിബിറ്റ് ചെയ്യുന്നതാണ് ഈ ഇക്വേഷനിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന് എക്സ്പെരിമെന്റൽ പ്രൂഫ് വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോരല്ല. ഒരു ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ ഇത് അതല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പോസ്റ്റുലേറ്റ് മാത്രം പോരാ. അതിനൊരു എക്സ്പെരിമെന്റൽ പ്രൂഫോട് കൂടി അത് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കണം. എന്നാലേ അത് ഒരു സയന്റിഫിക് ഇതായിട്ട് കണക്കാക്കുള്ളൂ. അപ്പൊ എക്സ്പെരിമെന്റൽ പ്രൂഫ് കിട്ടി. ഇത് ഡാവിസൺ ആൻഡ് ജെർമർ എന്ന സയന്റിസ്റ്റുകൾ നടത്തിയ
പറയുന്ന എക്സ്പെരിമെന്റ് ആണ് ഇലക്ട്രോണിന്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ബേസിക് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ട്, ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. ഇത് രണ്ടും വേവ് നേച്ചർ ഉള്ള ഒരു വസ്തുവിന് മാത്രമേ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പ്രീവിയസ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ബേസിക്കലി ഇലക്ട്രോണും എന്ത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്? ഡിഫ്രാക്ഷൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഇത് ഇലക്ട്രോൺ എക്സിബിറ്റ് ചെയ്യുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ അല്ല, ഇത് ബേസിക്കലി ഒരു ലേസർ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഇതാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് നടക്കൊരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബാൻഡ് ഉണ്ടാവും, പിന്നെ ഇൻ ബിറ്റ്വീൻ ഒരു എന്താ പറയുക ഡാർക്ക് ആയിട്ടുള്ള ബാൻഡ് ഉണ്ടാവും, പിന്നെ അതിനുശേഷം ബ്രൈറ്റ് ആയിട്ടുള്ള ബാൻഡ് ഉണ്ടാവും, ഡാർക്ക് ആയിട്ടുള്ള ബാൻഡ് ഉണ്ടാവും, ബ്രൈറ്റ് ആയിട്ടുള്ള ബാൻഡ് ഉണ്ടാവും. ഈ പറയുന്ന സീബ്ര ക്രോസിംഗ് പോലെ ഈ റോട്ടിൽ കാണുന്ന സീബ്ര ക്രോസിംഗ് ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്താ പറയുന്ന വൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡസ് ഉള്ളത് പോലെ കാണാൻ പറ്റും ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രതിഭാസം ഒരു വേവിന് മാത്രമേ എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് ഇലക്ട്രോൺ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് ഈ പറയുന്ന ഡിഫ്രാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ കൺഫേം ആയി ഒരു മാറ്റർ ആയിട്ടുള്ള ഒരു വസ്തുവും എന്ത് കാണിക്കും? വേവ് നേച്ചർ കാണിക്കും എന്നുള്ളൊരു കൺഫർമേഷൻ ആണ് അവിടെ കിട്ടുക ചെയ്യുക. ഇനി അപ്പൊ അതെങ്ങനെ മനസ്സിലായി? അപ്പൊ ഇതിനെങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യും എന്നുള്ളതും പിന്നെ ഇതിന്റെ ബന്ധപ്പെട്ട ഇക്വേഷൻസും അതും ഇതും ഒക്കെ ഡെവലപ്പ് ചെയ്യണമല്ലോ. അപ്പൊ ആദ്യമായിട്ട് ഇതിന്റെ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. അപ്പൊ ഇത് ബേസിക്കലി പറയുന്നത് വേറൊന്നുമല്ല, ഇതിനെ പാർട്ടിക്കിളിനെ ഒരു പാർട്ടിക്കിളായിട്ട് എടുക്കാണ്ട് പാർട്ടിക്കിളിനെ ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഇപ്പൊ മാത്സ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത്. അതുപോലെ ഒരു പാർട്ടിക്കിളിനെ ജസ്റ്റ് ഒരു പാർട്ടിക്കിളായിട്ട് എടുക്കാണ്ട് അതിനൊരു വേവ് ഫംഗ്ഷൻ എന്ന രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ വേവ് ഫംഗ്ഷന് ഈ ഒരു ഇക്വേഷൻ വഴി അതിന്റെ എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത് ഷ്രോഡിഞ്ചേഴ്സ് ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടെ ഡെറിവേറ്റീവ് കാണാം, ഡോ ബൈ ഡോ ടി എന്ന് പറയുന്ന ഡെറിവേറ്റീവ്. ഈ ബേസിക്കലി ഇത് ഡെറിവേറ്റീവ് വരുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ ടൈമിനനുസരിച്ച് അതെങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഈ ഡെറിവേറ്റീവ് കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഡോ ബൈ ഡോ ടി എന്ന് പറയുന്ന ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ സമയത്തിനനുസരിച്ച് എങ്ങനെ വേവ് ഫംഗ്ഷൻ മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ബേസിക്കലി എന്താ പറയാ മാറ്റർ വേവ് നമ്മൾ കണ്ടെത്തുകയുണ്ടായി. അപ്പൊ ബേസിക്കലി പാർട്ടിക്കിളിനെ വെറുതെ ഒരു പാർട്ടിക്കിളായിട്ട് എടുക്കാണ്ട് അതിനെ ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇതിൽ റെപ്രസെന്റ് ചെയ്യുകയും ആ വേവ് ഫംഗ്ഷൻ എങ്ങനെ ഇവോൾവ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവോൾവ് ചെയ്യുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ബേസിക്കലി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അതിൻ്റെതായിട്ടുള്ള കുറച്ച് എന്താ പറയാ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്തിട്ട് വേറൊരു ഇക്വേഷൻ കൂടെ വരും. അത് പിന്നീട് ഞാൻ എൻ്റെ ടോക്കിൽ പറയുന്നതാണ്. ഇതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇനി അത് ഈ ക്വാണ്ടം നേച്ചർ എക്സിബിറ്റ് ചെയ്യുന്ന വേറൊരു വലിയൊരു സംഭവമാണ് ഈ പറയുന്ന അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ബേസിക്കലി സിമ്പിൾ ആണത്. ഡെൽറ്റ എക്സ് ടൈംസ് ഡെൽറ്റ പി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/2π എന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ബേസിക്കലി ഈ ഇക്വേഷന്റെ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ, ഒരു വസ്തു എടുക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പൊസിഷൻ അറിയാമെങ്കിൽ, എക്സ് ആണ് പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പൊസിഷൻ അറിയാമെങ്കിൽ അതിന്റെ മൊമെന്റത്തിൽ അൺസർട്ടനിറ്റി ഭയങ്കരമായിട്ട് കൂടും. എന്ന് പറഞ്ഞാൽ മൊമെന്റം മെഷർ ചെയ്യാൻ പറ്റത്തില്ല, പൊസിഷൻ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ, മൊമെന്റം മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അഥവാ ആ പാർട്ടിക്കിളിന്റെ മൊമെന്റം മെഷർ ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ മൊമെന്റം അറിയാമെങ്കിൽ പൊസിഷൻ അറിയാൻ പറ്റത്തില്ല, പൊസിഷൻ അറിയാമെങ്കിൽ മൊമെന്റം അറിയാൻ പറ്റത്തില്ല. അതാണ് ഈ പറയുന്ന അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ പറയുന്ന സമ്മറി എന്ന് പറയുന്നത് ബേസിക്കലി. ഇത് പക്ഷെ ക്ലാസിക്കൽ വേൾഡിൽ ഇല്ല. നമ്മൾ ചുറ്റും കാണുന്ന വസ്തുക്കൾ നമ്മൾ ഇപ്പൊ റോഡിലൂടെയൊക്കെ ഇറങ്ങുമ്പോൾ വണ്ടികളൊക്കെ ഓടുന്നുണ്ട്, അതിന്റെ പൊസിഷനും ഈ പറയുന്ന വെലോസിറ്റിയും ഒക്കെ നമുക്ക് അറ്റ് സെയിം ടൈം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, എത്രയാണെന്ന് അറിയാൻ പറ്റും. പക്ഷെ ഇൻ ക്വാണ്ടം വേൾഡ് പൊസിഷൻ അറിയാമെങ്കിൽ മൊമെന്റം അറിയാൻ പറ്റത്തില്ല, മൊമെന്റം അറിയാമെങ്കിൽ പൊസിഷനും അറിയാൻ പറ്റത്തില്ല. അതാണ് ക്വാണ്ടം വേൾഡും ക്ലാസിക്കൽ വേൾഡും തമ്മിലുള്ള വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെയാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ആ ഒരു സ്ട്രേഞ്ച് ബിഹേവിയർ പുറത്തോട്ട് വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ സ്ട്രേഞ്ച് ബിഹേവിയർ പുറത്തോട്ട് വരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഡീപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് ഒരു പാർട്ടിക്കിള് വേവായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അതിനെപ്പോഴും
ഒരു ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനിപ്പോഴും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ആൻസർ കിട്ടിയിട്ടില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ ആകുന്നു എന്നുള്ളത് ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി വേറൊരു ക്വാണ്ടം മെക്കാനിക്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇതിൽ നിങ്ങൾക്ക് രണ്ട് പൂച്ചേനെ കാണാൻ പറ്റും. ഒരു ചത്ത പൂച്ചയും ഒരു ജീവനുള്ള പൂച്ചയും. യഥാർത്ഥത്തിൽ ഈ പൂച്ച ഒരു കാർഡ്ബോർഡ് ബോക്സിന്റെ ഉള്ളിൽ ഒരു പൂച്ചേനെ വെച്ചിട്ട് ആ കാർഡ്ബോർഡ് ബോക്സ് പൂട്ടുകയാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ആ പൂച്ച എന്ന് പറയുന്നത് ഒരേ സമയത്ത് ജീവിച്ചിരിക്കുന്നുമുണ്ട്, അതേപോലെ തന്നെ ഒരേ സമയത്ത് അത് മരിച്ചിട്ടുമുണ്ട്. ഇറ്റ് ഈസ് ഇൻ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ അത് ജീവനോടെയും ഉണ്ട്, എന്താ പറയാ, മരിച്ചിട്ടും ഉണ്ട്. കാർഡ്ബോർഡ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ജീവൻ ഉണ്ടോ അതോ അത് മരിച്ചോ എന്നുള്ളത്. അതിനെയാണ് ഷ്രോഡിഞ്ചർ കാറ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സിൽ പാർട്ടിക്കിൾസ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഇലക്ട്രോണിന് അപ്പ് സ്പിന്നും ഉണ്ട്, ഡൗൺ സ്പിന്നും ഉണ്ട്. ഓക്കെ, ഒരു അപ്പ് സ്പിന്നും ഡൗൺ സ്പിന്നും എന്ന് വേണമെങ്കിൽ പറയാം. ബേസിക്കലി അപ്പൊ ഇലക്ട്രോൺ അപ്പ് സ്പിന്നിലാണോ ഡൗൺ സ്പിന്നിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ അപ്പ് സ്പിന്നിലുമാണ്, ഇലക്ട്രോൺ ഡൗൺ സ്പിന്നിലുമാണ്. അതിനാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എടുത്തിരിക്കുന്ന ഒരു അനാലജി പോലെയാണ് ഇത്. ബേസിക്കലി കാറ്റ് എന്ന് പറയുന്നത് ജീവനോടെയും ഉണ്ട്, മരിച്ചിട്ടുണ്ട്. ബേസിക്കലി ഇതൊന്നും ഒരിക്കലും റിയൽ ലൈഫിൽ പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഒരു പൂച്ച ഒന്നിലെ ജീവനോടെ ഉണ്ടാവും, അല്ലെങ്കിൽ അത് മരിച്ചിട്ടുണ്ടാവും. ഒരിക്കലും അത് രണ്ട് സ്റ്റേറ്റിലും ഇങ്ങനെ നിൽക്കത്തില്ല. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിൽ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ക്ലാസിക്കൽ വേൾഡിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആണ് ക്വാണ്ടം വേൾഡ്. ക്വാണ്ടം വേൾഡിൽ ഇത് സൂപ്പർ പൊസിഷൻ പോസിബിൾ ആണെന്നുള്ളതാണ്. ഓക്കെ, അതാണ് വേറൊരു വിയേർഡ് ആയിട്ടുള്ള ഒരു കാര്യം ക്വാണ്ടം വേൾഡിൽ. ഞാൻ ഈ ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്വാണ്ടം മെക്കാനിക്സ് എത്രമാത്രം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളോട്ട് ഡിഫറെന്റ് ആണ് എന്നുകൊണ്ട് അറിയിക്കാനുള്ളൊരു ശ്രമമാണ് ഞാൻ ഇവിടെ നടത്തുന്നത്. ഇനി അതിനുശേഷം ഞാൻ പറഞ്ഞു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ഒരു വലിയൊരു ഇക്വേഷൻ കാണിച്ചിരുന്നല്ലോ. അപ്പൊ ബേസിക്കലി ആ ഷ്രോഡിഞ്ചർ ഇക്വേഷന് കുറച്ച് പോരായ്മകളുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അതിൽ യൂസ് ചെയ്തിട്ടുള്ള റിലേറ്റിവിസ്റ്റിക് അല്ല എന്ന് പറയും. അപ്പൊ എന്താണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ബേസിക്കലി വേറൊന്നുമല്ല, ലൈറ്റിന്റെ സ്പീഡിൽ പോകുമ്പോൾ അവിടെയും ഇത്തിരി ഡിഫറൻസ് ഒക്കെ വരും. ഇപ്പൊ ഐൻസ്റ്റീന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ് ഞാൻ നേരത്തെ കാണിച്ച മറ്റേ റബ്ബർ ഷീറ്റിന്റെ അനാലജി ഒക്കെ വന്ന ഒരു തിയറി എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു വെർഷനാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വരുന്നത് അത് പറയുന്നത് വേറൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ സ്പീഡ് കൂടണമെങ്കിൽ സാധാരണ റോട്ടിൽ കാണുന്ന ആ ഒരു സ്പീഡൊന്നും അല്ല, പകരം ലൈറ്റിന്റെ സ്പീഡിലോട്ട് ഒക്കെ അടുത്ത് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും. ടൈം ഡിലേ സംഭവിക്കും, സമയം കുറഞ്ഞു. ഒരു മൂവ് ചെയ്യുന്ന വസ്തുവിന്റെ സമയം കുറവാണ് മൂവ് ചെയ്യാത്ത വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ. സമയം അതിൽ വളരെ പയ്യെ മൂവ് ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ അവിടെ ലെങ്ത് കോൺട്രാക്ഷൻ സംഭവിക്കും. അതിനെ ലോറൻസ് കോൺട്രാക്ഷൻ എന്ന് പറയും. അപ്പൊ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് തന്നെ വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് ഒരു മണിക്കൂർ 2 മണിക്കൂർ അതിനുവേണ്ടി മാത്രം പറയാവുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ്റെ. അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ടോക്ക് നടത്താൻ പറ്റും. ഇപ്പൊ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടം മെക്കാനിക്സ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞു തന്ന ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇല്ലാത്ത ക്വാണ്ടം മെക്കാനിക്സ് ആണ്. അപ്പൊ ഇത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയോട് യോജിപ്പിക്കുകയാണ് കിട്ടുന്ന ഒരു പുതിയ ബ്രാഞ്ചാണ് റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം തിയറി എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് പോൾ ഡിറാക്ക് ആണ്. പോൾ ഡിറാക്ക് അതിൽ നിന്നും പ്രെഡിക്റ്റ് ചെയ്ത ഒരു സംഭവമാണ് ആന്റി മാറ്റർ എന്ന് പറയുന്നത്. ആന്റി മാറ്റർ എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ആന്റി മാറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി വേറൊന്നുമല്ല, അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും. ഇപ്പൊ ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും, പക്ഷെ അതിന്റെ ചാർജ് മാത്രം ഡിഫറെന്റ് ആയിരിക്കും. ചാർജ് നിങ്ങൾക്കറിയാം, ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഒരു ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ അതിനുള്ള മാസും ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള അതിന്റെ സ്പിന്നും ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ ചാർജ് മാത്രം ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഇലക്ട്രോണിന്റെ ആന്റിമാറ്റർ എന്ന് പറയുമ്പോൾ പോസിട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ അതേ മാസമായിരിക്കും, ഇലക്ട്രോണിന്റെ അതേ സ്പിൻ ആയിരിക്കും, ഇലക്ട്രോണിന്റെ എല്ലാ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും, പക്ഷെ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും, പോസിട്രോണിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ബേസിക്കലി ആന്റിമാറ്റർ എന്ന് പറയുന്നത്
ഒരു മാറ്ററിന്റെ ഓപ്പോസിറ്റ് ചാർജ്. അത് പോസിറ്റീവ് ആണെങ്കിൽ ആന്റി മാറ്റർ അതിന്റെ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ അപ്പൊ ആന്റി മാറ്റർ ഉണ്ടെന്ന് പ്രൊഡിക്റ്റ് ചെയ്തത് പോൾ ഡിറാക് ആണ്. അത് പിന്നീട് എക്സ്പെരിമെന്റിൽ കാണുകയൊക്കെ ചെയ്തു. പിന്നീട് ഡെവലപ്പ് ചെയ്ത തിയറിയാണ് ക്വാണ്ടം ഫീൽഡ് തിയറി. ക്വാണ്ടം ഫീൽഡ് തിയറി പിന്നീട് ലേറ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു അതിന് അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ. അത് ബേസിക്കലി പറയുന്നത് വേറെ ഒന്നുമല്ല, പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു ഫീൽഡ് പോലെയാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡൊക്കെ +2 ക്ലാസ് മുതലേ കേട്ട് ഫെമിലിയർ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഫീൽഡ് പോലെയാണ് ശരിക്കും പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സൈറ്റേഷൻസ് ആണ് ഒരു പാർട്ടിക്കിളായിട്ട് കാണുന്നത് എന്നുള്ളതാണ് ക്വാണ്ടം ഫീൽഡ് തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഇനി ഈ ക്വാണ്ടം ഫീൽഡ് തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണുള്ളത്: ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിലോട്ട് ആണ് അത് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ വീക്ക് ഫോഴ്സ്, അതും ഈ പറയുന്ന ക്വാണ്ടം ഫീൽഡ് തിയറി ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ സ്ട്രോങ് ഫോഴ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ആ ഒരു ബ്രാഞ്ചിനാണ് ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒത്തിരി വലിയ ഒരു ബ്രാഞ്ചാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല, അതിൽ ഒത്തിരി ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ബേസിക്കലി അതിൽ മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയുക ഇപ്പൊ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗ്രാവിറ്റീനെ മാത്രമാണ് യഥാർത്ഥത്തിൽ ക്വാണ്ടൈസ് ചെയ്യാൻ സാധിക്കാത്തത്. ഗ്രാവിറ്റി ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഒരു ഫീൽഡൊക്കെ വെച്ചിട്ട്. മറ്റേ ഐൻസ്റ്റീൻ്റെ ഗ്രാവിറ്റേഷണൽ, നിങ്ങൾക്കറിയാം, ഇതാണ് ഗ്രാവിറ്റിയുടെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ക്വാണ്ടൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇത് ക്വാണ്ടൈസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഒരു സയന്റിഫിക് വേൾഡ് എന്ന് പറയുന്നത്. അതിന് സാധിച്ചിട്ടില്ല. അത് സാധിക്കണമെങ്കിൽ അതിന് നമുക്കൊരു യൂണിഫൈഡ് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് എവറിത്തിങ് എന്നൊക്കെ പറയും, ആ ഒരു മേഖലയിലോട്ട് നമുക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് QFT നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അത് തിയറട്ടിക്കൽ ഫിസിക്സിൽ അങ്ങോട്ട് പോകുമ്പോൾ വരുന്ന ഒരു സംഗതിയാണ്. ഇനി ക്വാണ്ടം മെക്കാനിക്സിന് വേറൊരു തലം കൂടിയുണ്ട്. അതിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ വളരെ തിയറട്ടിക്കലായിട്ട് പോവാണ്ട് അതിന് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലും കൂടി അത് വരുന്നുണ്ട്. അവിടെയാണ് ഈ പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സംഗതി വരുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വളരെ ഹൈപ്പായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ന്യൂസിലും അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അതെന്ന് പറയാനായിട്ട്. ബേസിക്കലി ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ്, ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സ് ഫോളോ ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് കൂടുതലും ഇപ്പോൾ ഉള്ളത്. അതാണ് ഡേ ടു ഡേ ലൈഫിലൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്കറിയാം, ഇൻ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ഇൻഫർമേഷൻ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബിറ്റ്സ് എന്ന് പറയുമ്പോൾ 0യും 1ഉം ഉണ്ടാവും. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന 0സും 1സിനും ബൈനറി ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടേഴ്സിൽ വരുന്നത്. അപ്പൊ ആ ഒരു ലാംഗ്വേജസിലൂടെ ആണ് ഈ പറയുന്ന കമ്പ്യൂട്ടറിൽ ഇൻഫർമേഷൻ മുഴുവനും സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ലോസ് ക്ലാസിക്കൽ ലോസുമായിട്ട് വളരെ ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. സൂപ്പർ പൊസിഷൻ ഉണ്ട്, പ്രിൻസിപ്പിൾ ഉണ്ടെന്നല്ല. അപ്പൊ അതേപോലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും ഇത്തരം പ്രിൻസിപ്പിൾസും ഒക്കെ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ്, അത് ഫോളോ ചെയ്ത് റൺ ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ബിറ്റ്സിന് പകരം ക്യൂബിറ്റ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നിലെ 1 അല്ലെങ്കിൽ 0 എന്നല്ല, പകരം 1ന്റെയും 0ന്റെയും സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലായിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ പൂച്ച ചത്തട്ടുമില്ല, എന്താ പറയുക, പൂച്ച ചത്ത പൂച്ചയുണ്ട്, ജീവനോടുള്ള പൂച്ചയാണ്. അത് രണ്ടിന്റെയും സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലുള്ളത് പോലെ 1 0 സെപ്പറേറ്റ് ആയിട്ട് നിൽക്കത്തില്ല, പകരം 1 0ന്റെയും സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലായിട്ടായിരിക്കും അത് നിൽക്കുന്നത്. അതിനെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിനാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അപ്പൊ ആ ഒരു ഇതിനാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിനേക്കാളും ഫാസ്റ്റർ ആണ് ഈ പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ചില പ്രോബ്ലംസ് അത് അത്ര ഫാസ്റ്റ് അല്ല. ക്ലാസിക്കൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും എളുപ്പമെന്ന്
അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. പക്ഷെ എന്നാലും മെജോറിറ്റി ഓഫ് പ്രോബ്ലംസ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് ഫാസ്റ്ററായിട്ട് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും ഈ പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. അപ്പം ഇതിന് ഒത്തിരി ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. വരുന്ന ക്ലൈമറ്റ് മോഡലിംഗിൽ അതിൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ വരെ ഇതിന് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഒരു ഡ്രഗ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, സിന്തസൈസ് ചെയ്യാം, അതിൽ വരെ ഈ പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് വരുന്നതേ ഉള്ളൂ. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഇപ്പോഴും അതിൻ്റെ ഒരു ബേബി സ്റ്റേജിലാണെന്ന് വേണമെങ്കിൽ പറയാം, ഇൻഫൻറ്റ് സ്റ്റേജിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇനിയും ഭാവിയിൽ അത് ഡെവലപ്പ് ചെയ്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് വരുന്ന രണ്ടാമത്തെ ഒരു സംഗതിയാണ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അതും വളരെ കേട്ട് പരിചയമുള്ള ഒരു വാക്കായിരിക്കും ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ബേസിക്കലി വേറെ ഒന്നുമല്ല, ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ആണ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിന് വേറൊരു പ്രതിഭാസമുണ്ട്, ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. അപ്പോൾ ആ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് വഴി ഈ പറയുന്ന ടെലിപ്പോർട്ടേഷൻ, ഇൻഫർമേഷൻ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ അവിടെ വരുന്നുണ്ട്. ഇപ്പം നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്ലാസിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി വരാൻ പോകുന്ന ഒരു തരം കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഈ പറയുന്ന ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ. ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇൻ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്കെയിൽ. ഒരു ആറ്റം, ഒരു ഫോട്ടോൺ ഒക്കെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ സൈഫൈ മൂവീസിലൊക്കെ കാണുന്നത് പോലെ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു വലിയൊരു ഒബ്ജക്റ്റിനെയോ ഒന്നും ടെലിപ്പോർട്ട് ചെയ്യാനുള്ള അത്രയ്ക്കും ഒരു ടെക്നോളജി ഒന്നും ആയിട്ടില്ല. പകരം ഒരു ഫോട്ടോണിനെയൊക്കെ ടെലിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടെക്നോളജി ഇപ്പോൾ ഓൾറെഡി ഉണ്ടെന്നുള്ളതാണ്. ഇനി അതിൽ ഒത്തിരി റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ആ റിസർച്ച് നടന്ന് അതിൽ പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പൊ കൺക്ലൂഷനിലോട്ട് പോകുന്നതാണ്, ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി റെവല്യൂഷനൈസ്ഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ നേച്ചർ എന്നുള്ളതാണ്. ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു നേച്ചറിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മൊത്തത്തിൽ തന്നെ മാറ്റിമറിച്ച ഒരു വസ്തുവാണ് ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ലോകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് പോലെ അല്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നത് ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് ആണ്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അത് ഈ പറയുന്ന ടെക്നോളജിയും അതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്നും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അത് ഒത്തിരി ബെനിഫിഷ്യലുമാണ്. ഒത്തിരി അഡ്വാൻറ്റേജസ് ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ട് മനുഷ്യരാശിക്ക് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് നീൽസ് ബോർ വളരെ ഫേമസ് ആയ സയന്റിസ്റ്റ് ആണ്. കൊച്ചുകാലം മുതലേ ഹൈസ്കൂളിലൊക്കെ ബോർ മോഡൽ പഠിക്കുന്നുണ്ടാവും. ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റ് നീൽസ് ബോർ. ആ നീൽസ് ബോർ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പറയുന്ന ഒരു വസ്തുവാണ്, എനിവൺ ഹു ഈസ് നോട്ട് ഷോക്ക്ഡ് ബൈ ക്വാണ്ടം തിയറി ഹാസ് നോട്ട് അണ്ടർസ്റ്റുഡ് ഇറ്റ് എന്നുള്ളത്. ബേസിക്കലി ഞാനിപ്പോൾ കാണിച്ചു തന്ന മറ്റേ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പൽ, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പൽ, ഇതെല്ലാം തന്നെ വളരെ ഡിഫറെൻ്റ് ആണ് ഈ പറയുന്ന ക്ലാസിക്കൽ വേൾഡിൽ നിന്നും. ഇതൊക്കെ ഇത്രയും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ വളരെ ഷോക്ക്ഡ് ആയി പോകും. അപ്പോൾ ബേസിക്കലി ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചിട്ട് അത് പ്രത്യേകിച്ച് ഷോക്കൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ക്വാണ്ടം തിയറി മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കൺക്ലൂഷനിലോട്ട് എത്തുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഒത്തിരി മിസ്റ്ററീസ് ഉണ്ട് ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട്. ക്ലാസിക്കൽ ബിഹേവിയറിൽ നിന്നും ക്വാണ്ടം ബിഹേവിയറിലോട്ട് മാറുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ അങ്ങനെ പിന്നെ ഗ്രാവിറ്റീനെ ക്വാണ്ടൈസ് ചെയ്യാനുള്ളതിനെ കുറിച്ചും അതിലും ഒത്തിരി മിസ്റ്ററീസും ഒത്തിരി കണ്ടെത്താനും ഇനിയുമുണ്ട്. അതേപോലെ തന്നെ ക്വാണ്ടം ഇപ്പം ടെക്നോളജി പറയുന്ന ക്വാണ്ടത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനും ഒത്തിരി ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിങ്ങും അതേപോലെ തന്നെ ഒത്തിരി യൂസ്ഫുള്ളും ആയിട്ടുള്ള ഒരു ഫീൽഡും കൂടെയാണ് ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൺക്ലൂഷനിലോട്ട് എത്തുന്നതാണ്. താങ്ക് യു.